ഹായ്, യൂണിറ്റ് 40 കോൺട്രാക്ട് കോസ്റ്റിംഗ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് പഠിച്ചത്. ഈ യൂണിറ്റിൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഇപ്പം ഒരു ജോബ് കോസ്റ്റിംഗ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക? ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു കസ്റ്റമറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു കാര്യം ചെയ്യണം, ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ഈ സെയിം കാര്യം തന്നെ ഒരു ലോങ് പീരീഡിലോട്ടോ, അതായത് മോർ ആൻ 1 ഇയറിലൊക്കെ വരുമ്പം നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അതായത് നമ്മളെ വർക്ക് നമുക്കൊരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ഇതിനകത്ത് ഇവിടെ ഉണ്ട്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് used for ascertaining the cost and profit in contracts undertaken for big jobs like constructing a building, a road, a bridge or a ship. അതായത് വലിയ ജോബ്സിനാണ് നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. കാരണം ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ടൊന്നും പണി തീർക്കാനായിട്ട് കഴിയില്ല. അതേമാതിരി ഒരു ഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ എടുക്കും. വലിയ ഷിപ്പൊക്കെ ആണെങ്കിൽ കുറേ വർഷങ്ങൾ എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യാം. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മുടെ കോൺട്രാക്ടറിൻ്റെ പെർമിസസിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടാണ് നടക്കുക. അതായത് ഇപ്പം ജോബ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇത്രയും ബൾക്കായിട്ടൊരു ഓർഡർ വന്ന് നമ്മൾ തന്നെ ഫെസിലിറ്റിയിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആകുമ്പം നമ്മളെന്താ ചെയ്യുക, കോൺട്രാക്ടറിൻ്റെ പെർമിസസിൽ വെച്ചിട്ടായിരിക്കില്ല ഉണ്ടാക്കുക. അതേമാതിരി ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അതിന് കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. അതായത് ഒരുപാട് എമൗണ്ടിൻ്റെ, അതായത് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ്, അതേമാതിരി ഒരുപാട് വർക്ക് നമുക്കുണ്ടാകും. അതേമാതിരി കോൺട്രാക്ടറിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ വർക്ക് നടക്കുക. അതേമാതിരി വർക്ക് മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരിയഡിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. എക്സ്റ്റെൻഡഡ് ഓവർ മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. അതിനർത്ഥം നമ്മുടെ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഇൻകംപ്ലീറ്റ് വർക്കിൻ്റെ തന്നെ നമ്മൾ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്ത് അതിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ ഓരോ വർഷവും നമ്മൾ അസർട്ടൈൻ ചെയ്യും. അക്കൗണ്ടിങ് പീരീഡ് ഇൻകംപ്ലീറ്റ് വർക്ക് ഇത് മാർക്ക് ചെയ്യാൻ എനിക്ക് പ്രോപ്പറായിട്ട് കഴിയുന്നില്ല, ഇൻകംപ്ലീറ്റ് വർക്ക് അറ്റ് ആൻ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. ഇൻകംപ്ലീറ്റ് വർക്കിൻ്റെ കോസ്റ്റ് ആയിരിക്കും നമ്മൾ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ നമ്മൾ നോക്കുക. അതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അതിൻ്റെ വേറൊരു പേരാണ് ടെർമിനൽ കോസ്റ്റിംഗ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടേഴ്സ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് വിച്ച് അപ്ലൈസ്. ഇതും സ്പെസിഫിക് ജോബ് കോസ്റ്റിങ്ങിനെ പോലെ തന്നെ ഇത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് വിച്ച് അപ്ലൈസ് where work is undertaken to customer special requirements. കസ്റ്റമറിൻ്റെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും നമ്മൾ ജോലി ചെയ്യാം. ആൻഡ് ഈച്ച് ഓർഡർ ഈസ് ഫോർ ലോങ് ജോബ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഡ്യൂറേഷൻ. അതായത് ഒരുപാട് നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്ന വർക്കാണ് നമ്മൾ ജോബ് കോസ്റ്റിങ്ങിൽ ചെയ്യാം. കമ്പയർഡ് വിത്ത് ദോസ് ടു വിച്ച് ജോബ് കോസ്റ്റിംഗ് ഇസ് അപ്ലൈഡ്. അതായത് ജോബ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് പീരീഡിനകത്തോട്ടാണ് ഉണ്ടാവുക. ദ വർക്ക് ഈസ് യൂഷ്വലി ഓഫ് കൺസ്ട്രക്ഷണൽ നേച്ചറിലുള്ള വർക്കാണ് യൂഷ്വലി കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇൻ ജനറൽ ദി മെത്തേഡ് ഈസ് സിമിലർ ടു ജോബ് കോസ്റ്റിംഗ് ഓൾദോ ഇറ്റ് ഹാസ് എ സെർട്ടൻ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ. ജോബ് കോസ്റ്റിംഗുമായിട്ട് സിമിലർ ആണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ജോബ് ഡ്യൂറേഷനാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷനാണ്. അതായത് ജോബ് കോസ്റ്റിംഗ് വിത്തിൻ 1 ഇയറിലൊക്കെ നമുക്ക് തീർക്കാനായിട്ട് കഴിയും. പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിങ്ങിനകത്ത് നമ്മൾ മോർ ദാൻ 1 ഇയറിലോട്ട് മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ചെയ്യാം. അതേമാതിരി കൺസ്ട്രക്ഷൻ നേച്ചറിലായിരിക്കും യൂഷ്വലി വർക്ക് ഉണ്ടാവുക. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്? സ്പെസിഫിക് ഓർഡറിനനുസരിച്ചിട്ടാണ്, കസ്റ്റമറിൻ്റെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടായിരിക്കും. അതേമാതിരി ജോബ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഡ്യൂറേഷൻ ലോങ് ആയിരിക്കും. പിന്നെ കൺസ്ട്രക്ഷൻ നേച്ചറിലായിരിക്കും ജോബ് കോസ്റ്റിംഗിൻ്റെ ഇതുണ്ടാവുക. അതായത് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ജോബ് ഉണ്ടാവുക കൺസ്ട്രക്ഷൻ നേച്ചറിൽ ആയിരിക്കും. ഇനി ഫീച്ചേഴ്സ് റിഗാർഡിംഗ് പ്രൊഡക്ഷൻ. ഇതിനകത്ത് പ്രൊഡക്ഷന് വരുന്ന ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ, ദി വർക്ക് ഈസ് അണ്ടർടേക്കൻ ടു കസ്റ്റമർ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ്. കസ്റ്റമറിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ദി വർക്ക് വിൽ ബി ഓഫ് എ റിലേറ്റീവ്ലി ലോങ് ഡ്യൂറേഷൻ ആൻഡ് ഇൻവോൾവ്സ് ലാർജ് എമൗണ്ട്. ലോങ് ഡ്യൂറേഷനിലായിരിക്കും, അതേമാതിരി ഇൻവോൾവ്സ് ലാർജ് എമൗണ്ട്.
കൂടുതൽ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടും ആയിരിക്കും. അതേമാതിരി ലോങ്ങർ പീരീഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കും, മോർ ദാൻ 1 year എടുക്കും. അതേമാതിരി വർക്ക് ഈസ് യൂഷ്വലി സൈറ്റ് ബേസ്ഡ് ആയിരിക്കും. ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട പോലത്തെ വർക്കായിരിക്കും. അതേമാതിരി വർക്ക് കോൺട്രാക്ടറിൻ്റെ പെർമിസസിലായിരിക്കില്ല വർക്ക് നടക്കുന്നത്. ആൻഡ് വർക്ക് ഈസ് ഫ്രീക്വൻ്റ്ലി ഓഫ് എ കൺസ്ട്രക്ഷണൽ നേച്ചർ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ തന്നെയാണ്. കൺസ്ട്രക്ഷൻ നേച്ചറിലുള്ള വർക്കാണ് യൂഷ്വലി ഉണ്ടാവാറ്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് മേ ബി പർച്ചേസ്ഡ് ഓർ ഹയർഡ് ഫോർ ദി ഡ്യൂറേഷൻ ഓഫ് ദി കോൺട്രാക്ട്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഹയർ ചെയ്യും. ഹയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് എടുക്കും. ഇപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് എന്തൊക്കെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണോ, എന്തൊക്കെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണോ വേണ്ടത്, അത് നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കും. ആൻഡ് ദി കംപ്ലീഷൻ ഡേറ്റ് ഈസ് ഫിക്സഡ് ഇൻ അഡ്വാൻസ് ആൻഡ് പെനാൾട്ടീസ് ഫോളോ ഡിലേസ്. കംപ്ലീഷൻ ഡേറ്റ് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കും. അതേമാതിരി പെനാൾട്ടീസും ഇൻ കേസ് ഡിലേ ആയി കഴിഞ്ഞാൽ പെനാൾട്ടീസ് കൊടുക്കുന്നുണ്ട്. പെനാൾട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ കൊടുക്കുന്നത്. ലേറ്റ് ഫീസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് പെനാൾട്ടീസ്. ആൻഡ് സെർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ദി വർക്ക് ആർ അസൈൻ ടു സബ് കോൺട്രാക്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ വലിയ കോൺട്രാക്റ്റാണ്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും അതേമാതിരി വേറെ നമുക്ക് നമ്മളെക്കാട്ടിൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ് കോൺട്രാക്ട്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഒരു ഫുൾ വീൽഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ് കെട്ടി ഇൻറ്റീരിയർ ഡിസൈനിങ് വേറെ ആൾക്കാർക്ക് കൊടുക്കും. അതേമാതിരി അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്, നമ്മളെ മിറ്റം, ഇപ്പോൾ ഒരു വലിയൊരു ബിൽഡിങ് ഉണ്ടാക്കുകയാണ്, ഒരു ഹോട്ടൽ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. കൺസ്ട്രക്ഷന് ഒരാൾ, അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒരാൾ, ലാൻഡ്സ്കേപ്പിങ് ഒരാൾ, അങ്ങനെ നമുക്ക് പല പല ആൾക്കാരെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് സബ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് നമുക്ക് കിട്ടി, പിന്നെ നമ്മളാണ് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ ലാൻഡ്സ്കേപ്പിംഗ് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. അതേമാതിരി ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേറെ ആൾക്കാരെ നമുക്ക് ഏൽപ്പിക്കണം. അതാണ് സബ് കോൺട്രാക്ട്. സെർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ദി വർക്ക് ആർ അസൈൻ ടു സബ് കോൺട്രാക്ട്സ്. ഫീച്ചേഴ്സ്, അടുത്തത് ഫീച്ചേഴ്സ് റിഗാർഡിംഗ് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, കോസ്റ്റ് യൂണിറ്റ് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് എ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ആണ്. എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് കോൺട്രാക്ട് അസർട്ടൈൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ ഈച്ച് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്റ്റ് ആണ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഓരോ അക്കൗണ്ടും, ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ഓരോ കോൺട്രാക്റ്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കും. ഓരോ കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. Third one, most of the items of cost can be classified as direct since they can be easily identified with a specific contract. ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദി കോസ്റ്റ് ഐറ്റംസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കോസ്റ്റുകൾ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽസ് ആ ബിൽഡിങ്ങിന് തന്നെ ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി അവിടെ വരുന്ന വർക്കേഴ്സ്, അതായത് ഒരേ വർക്കേഴ്സിന് ഒരേ സമയം 2-3 ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഓരോ കോസ്റ്റും. അതാണ് ഐറ്റംസ് ഓഫ് ദി കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡയറക്റ്റ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഓരോ കോസ്റ്റും. Indirect costs are normally restricted to head office expenses and storage costs. These are allocated to various contracts in which work is carried out during the year. ഈ കോൺട്രാക്ട് കോസ്റ്റിന് ഇൻഡയറക്റ്റ് കോസ്റ്റ് കുറവായിരിക്കും. ഇൻഡയറക്റ്റ് കോസ്റ്റിന് മെയിനായിട്ട് വരുന്നത് ഹെഡ് ഓഫീസ് എക്സ്പെൻസസ്. അതായത് ഇപ്പോൾ കോൺട്രാക്ട് വലിയ കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേ സമയം തന്നെ 3-4-5 കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പം അവർക്ക് അതേമാതിരി ഹെഡ് ഓഫീസുകളും ഈ എല്ലാ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്റ്റോറേജ് കോസ്റ്റുകളുണ്ടാവും. അതേമാതിരി ഡിസൈൻ ഹൗസസുകളുണ്ടാവും. കുറേ കോൺട്രാക്ട്സ് ഉണ്ടാകുമ്പം അവർക്ക് അത്ര തന്നെ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് ചെയ്യും. അതായത് ഓരോ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻസ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ പല പല ബിൽഡിങ്ങുകൾ പല പല ഡിസൈൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസുകൾ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റായിട്ട് വരിക കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ. അപ്പം ഒരു വർഷത്തേക്കുള്ള ഫുൾ എക്സ്പെൻസസ് തന്നെയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ വർഷം നമ്മൾ എന്തൊക്കെ കോൺട്രാക്റ്റുകളാണോ അതാണല്ലോ ഇവിടുത്തെ കോസ്റ്റ് യൂണിറ്റ്. അതായത് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ കോൺട്രാക്റ്റിനും. അപ്പോൾ ഓരോ കോൺട്രാക്റ്റിനും എത്രത്തോളം എക്സ്പെൻസസ് ആയി എന്നുള്ളത് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഫിഫ്ത്ത് വൺ, ദി കോൺട്രാക്ട് പ്രൈസ് ഇസ് ഓഫൺ ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് പേയ്മെൻറ്റ് ഇസ് റിസീവ്ഡ് അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ ബേസ്ഡ് ഓൺ ആർക്കിടെക്ട് സർട്ടിഫിക്കറ്റ്. കോൺട്രാക്ട് പ്രൈസ് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അതേമാതിരി പേയ്മെൻറ്റ് സാധാരണ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആകുമ്പോൾ കുറച്ചൊരു അഡ്വാൻസ് കൊടുക്കും. അതിനുശേഷം നമ്മളെ ഫുൾ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് നമ്മൾ പൈസ കിട്ടുക. പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല. ഓരോ പീരീഡ് ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആർക്കിടെക്റ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. ഇത്രത്തോളം ജോബ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ
നമുക്ക് പൈസ കിട്ടും. ഒരു പ്രൈസ്, ഒരു ഫുൾ പ്രൈസ് നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. ബാലൻസ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പിന്നെ ഓരോ പേയ്മെൻറ്റ് തരുന്നത്. ഓരോ കംപ്ലീഷൻ അനുസരിച്ച് പേയ്മെൻറ്റ് തരും. എ സെപ്പറേറ്റ് കോൺട്രാക്ട് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിംഗ് കോസ്റ്റ് വെൻ ദി നമ്പർ ഓഫ് കോൺട്രാക്ട് ഈസ് ലാർജ്. കുറേ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് വലിയൊരു കൺസ്ട്രക്ഷൻ ഹൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മെയിൻ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺട്രാക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ കോൺട്രാക്റ്റിനും ഓരോരോ സെപ്പറേറ്റ് അക്കൗണ്ടുകളും ലെഡ്ജറുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഓരോ കോസ്റ്റും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഫീച്ചേഴ്സ് റിഗാർഡിങ് കോസ്റ്റ്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഡിഫറൻസ് ആണ്. There is a great deal of similarity between job and contract costing because a contract is nothing but a job, though large in size. കോൺട്രാക്ട് ജോബ് കോസ്റ്റിംഗ് തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്, കുറച്ച് ഡിഫറൻസുകളേ ഉള്ളൂ. സിമിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ജോബ് തന്നെയാണ്, പക്ഷേ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ലാർജ് ആയിരിക്കും. ഇത് രണ്ടെണ്ണത്തിനകത്തും മറ്റേതിനകത്ത് ജോബ് കോസ്റ്റിംഗ് ഓരോ ജോബാണ് കോസ്റ്റ് യൂണിറ്റ് എന്നുണ്ടെങ്കിൽ, കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഓരോ കോൺട്രാക്റ്റാണ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഡിഫറൻസസ് നോക്കാം. ജോബ്സ് ആർ ജനറലി പെർഫോം വിത്തിൻ ദി ഫാക്ടറി പെർമിസസ്. ഒരു ജോബ് നമ്മൾ യൂഷ്വലി ഫാക്ടറി പെർമിസസിലായിരിക്കും നമ്മൾ ജോബ് ചെയ്ത് തീർക്കുക. പക്ഷേ കോൺട്രാക്റ്റ് അങ്ങനെയല്ല. കോൺട്രാക്റ്റ് നമ്മുടെ കസ്റ്റമർ സൈറ്റിലായിരിക്കും നമ്മൾ ഓപ്പറേഷൻസ് നടത്തുക. സൈറ്റ് ഓപ്പറേഷൻസ് ആണ് നടത്തുക കോൺട്രാക്റ്റിൽ. രണ്ടാമത്തെ ഡിഫറൻസ്, മെനി എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻ ജോബ്. കുറേ എക്സ്പെൻസസ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ജോബ് കോസ്റ്റിങ്ങിൽ നോക്കുക. പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നമുക്ക് കൂടുതലുള്ളത് എന്താണ്? ഡയറക്റ്റ് കോസ്റ്റിംഗ് ആണ്. വളരെ കുറച്ച് ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തത്, ഓവർഹെഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ജോബ്. ഓവർഹെഡ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന, അതായത് ഓവറോൾ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ ഓവർഹെഡ്സ് എന്ന് പറയാം. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിനകത്ത് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കുറവായിരിക്കും. കാരണം മിക്ക കോസ്റ്റുകളും നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓവർഹെഡ്സ് കുറവായിരിക്കും. പക്ഷേ ജോബ് കോസ്റ്റിങ്ങിനകത്ത് അങ്ങനെയല്ല. ജോബ് കോസ്റ്റിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു പോർഷൻ തന്നെ ഓവർഹെഡ്സിനകത്തായിട്ടാണ് വരിക. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഓവർഹെഡ്സ് കുറവായിരിക്കും. നാലാമത്തെ ഡിഫറൻസ്, നോ പ്രോഫിറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ്. ജോബ് കോസ്റ്റിംഗ് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവില്ല, പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിംഗ് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരിയഡിലായിരിക്കും നമുക്ക് കോൺട്രാക്ട്സ് ഉണ്ടാവുക. ജോബ് കോസ്റ്റിംഗ് വിത്തിൻ 1 ഇയർ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. നോ പ്രോഫിറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ വർക്ക് ഇൻ പ്രോഗ്രസ്. ഫിഫ്ത്ത് ഡിഫറൻസ്, ജോബ് കോസ്റ്റിംഗ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റിപ്പയർ ഷോപ്പ്, പ്രിൻറ്റിംഗ് പ്രസ്, മെഷീൻ ടൂൾസ്, മാനുഫാക്ചറിങ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി കൺസ്ട്രക്ഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഷിപ്പ് ബിൽഡിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ടേഴ്സ്, അതിനൊക്കെയാണ് നമ്മൾ യൂഷ്വലായിട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. അതാണ് 5 ഡിഫറൻസസ്. ഇനി പ്രൊസീജിയേഴ്സ്. കോൺട്രാക്റ്റിൽ മെയിനായിട്ട് 2 പാർട്ടീസാണ് ഉണ്ടാവുക, കോൺട്രാക്ടറും കോൺട്രാക്റ്റിങ്. ഈ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ലോയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് തന്നെയുള്ള ആൾക്കാരാണ് ഈ കോൺട്രാക്ടറും കോൺട്രാക്റ്റിങ്. കോൺട്രാക്ടർ എന്ന് പറയുന്നത് ആരാണോ ജോലി ചെയ്യുന്നത് അവരാണ് കോൺട്രാക്ടർ. ദാൻ ഓർഗനൈസേഷൻ അണ്ടർടേക്സ് ടു ഡു ദി ജോബ്, അതാണ് കോൺട്രാക്ടർ. കോൺട്രാക്റ്റി എന്ന് പറയുമ്പം കസ്റ്റമറാണ് കോൺട്രാക്റ്റ്. ആർക്കാണോ ജോലി ചെയ്ത് കിട്ടേണ്ടത് അവരാണ് കോൺട്രാക്റ്റ്. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ റോഡ് പണിയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ മെട്രോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും അതേമാതിരി റോഡ് പണിക്കും ഒക്കെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെതാണ് ആവശ്യം. ഗവൺമെൻറ്റാണ് കോൺട്രാക്റ്റ് ചെയ്യുക. പ്രൈവറ്റ് ഏജൻസീസ് ആയിരിക്കും ഈ റോഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ കോൺട്രാക്ടറാണ്. അതാണ് ഇവിടെ ഉള്ളത്. 2 പാർട്ടീസ് ആണുള്ളത് ഒരു കോൺട്രാക്റ്റിൽ, കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റി. കോൺട്രാക്ടർ എന്ന് പറയുമ്പം ഈസ് എ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ ഹു അണ്ടർടേക്സ് ടു ഡു ദി ജോബ്. കോൺട്രാക്റ്റി എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റി ഈസ് എ പേഴ്സൺ or an organization or a government agency who assigns the job to the contractor. കോൺട്രാക്ടറിന് ജോബ് ഏൽപ്പിക്കുന്ന ആളാണ് കോൺട്രാക്റ്റ്. കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ സാധാരണ ആർക്കിടെക്ചർ ഇതിനകത്താണ് എൻഗേജ് ചെയ്തിട്ടുണ്ടാവുക. പ്ലാൻ വരയ്ക്കുക, ഡിസൈൻസ്, സ്ട്രക്ചറൽ ഡിസൈൻസ് ഇരിക്കുക, ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടാക്കുക. ഇവരിതൊക്കെ ആദ്യമേ തന്നെ, അതായത് ഇപ്പം കോൺട്രാക്റ്റ് ടെൻഡർ വിളിക്കും അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിക്കും. ആ സമയത്ത് കോൺട്രാക്ടർ അവരവരുടെ
എസ്റ്റിമേറ്റ് എല്ലാ കാര്യങ്ങളും കോസ്റ്റുകളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് അവരുടെ ഡിസൈൻസും പ്ലാൻസും എല്ലാം പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് ഈ കോൺട്രാക്റ്റ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അവർക്ക് ഫീസിബിൾ ആണെന്ന് തോന്നുന്ന, റീസണബിൾ ആണെന്ന് തോന്നുന്ന പ്രൈസിൽ ഉള്ളതും, അതേമാതിരി അവർക്ക് ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ അവർ വിചാരിച്ച പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട കോൺട്രാക്ടറിൻ്റെ കൊട്ടേഷൻ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ അഗ്രിമെൻറ്റിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. അതാണ് കോൺട്രാക്ട്. അതാണ് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് കോസ്റ്റിൻ്റെ കോസ്റ്റ് യൂണിറ്റ്. അതേമാതിരി കോൺട്രാക്ട് ഇൻവോൾവ്സ് എ ലാർജ് എമൗണ്ട് ആൻഡ് ലോങ് പീരീഡ്. പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഒരുപാട് എമൗണ്ടിൻ്റെതും ആയിരിക്കും. അതേമാതിരി ലോങ് പീരീഡ് ഡ്യൂറേഷൻ ഉണ്ടാകും ഓരോ കോൺട്രാക്റ്റിൻ്റെയും ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജസിനനുസരിച്ചായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാം. ദി കോൺട്രാക്ട് യൂഷ്വലി റീറ്റെയിൻസ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദി എമൗണ്ട് റെക്കമെൻഡഡ് ഫോർ പേയ്മെൻറ്റ് ബൈ ദി ആർക്കിടെക്ട്. കോൺട്രാക്റ്റ് യൂഷ്വലി കുറച്ച് എമൗണ്ട് റീറ്റെയിൻ, അതായത് പേയ്മെൻറ്റ് ചെയ്യാതെ എടുത്തു വയ്ക്കും. അത് റെക്കമെൻഡ് ബൈ ദി ആർക്കിടെക്റ്റ് പറയുന്നതിനനുസരിച്ച് കുറച്ച് പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കോൺട്രാക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാതെ എടുത്തു വയ്ക്കും. അതാണ് റിറ്റൻഷൻ മണി. അത് സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്റ്റലിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അഡ്വാൻസ് കൊടുക്കും. അഡ്വാൻസ് കൊടുക്കും. അതേമാതിരി കുറച്ച് ഡെപ്പോസിറ്റ് മണി ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരാൻ നേരത്ത് അവർ അതേമാതിരി നമുക്ക് ആ ഫുൾ എമൗണ്ട് തിരിച്ചു തരും. അതേപോലെ തന്നെ അതേ ടോട്ടൽ തന്നെയാണ് നമ്മൾ റിറ്റൻഷൻ മണിയും വെക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഡിലേസ്, അതായത് ഇപ്പോൾ നമ്മൾ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ പെനാൾട്ടി പിടിക്കുക. ആ പൈസ നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു. അവർ ഫുൾ എമൗണ്ട് അവർക്ക് കൊടുക്കില്ല. കുറച്ച് മണി എപ്പോഴും കുറച്ച് പൈസ അവർ റീറ്റെയിൻ ചെയ്ത് വയ്ക്കും. കൊടുക്കാതെ പേയ്മെൻറ്റ് ചെയ്യാതെ എടുത്തു വയ്ക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെനാൾട്ടി വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ലാതെ അവർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ആ മണി കൊടുക്കാതിരിക്കുന്നതാണ് പെനാൾട്ടി ആയിട്ട് അത് ചാർജ് ചെയ്യുകയാണ് ചെയ്യാം. ഇറ്റ് ഈസ് റീറ്റെയിൻഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. കുറച്ച് കാലത്തേക്കാണ് അതവിടെ വയ്ക്കുക പേയ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവർ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ആ റീറ്റെയിൻ ചെയ്ത പെർസെൻറ്റേജ് അത്രയും തന്നെ മണി അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുക ചെയ്യാം. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. ഇപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ, യൂണിറ്റ് കോസ്റ്റിങ്ങിൽ എല്ലാത്തിനകത്തുള്ളത് മാതിരി സെയിം ഐറ്റംസ് തന്നെയാണ് കോൺട്രാക്ട് കോസ്റ്റിങ്ങിലുള്ളത്. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ്, പിന്നെ അതർ എക്സ്പെൻസസ്, അതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് വൺ മെറ്റീരിയൽസ്. ഡയറക്റ്റ് മെറ്റീരിയൽസ്. മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസ് ലൈക്ക് ബ്രിക്സ്, സിമെൻറ്റ്, സ്റ്റീൽ, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഓരോ കോൺട്രാക്റ്റിനകത്തോട്ട് നമുക്ക് കറക്റ്റായിട്ട് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഡയറക്റ്റ് മെറ്റീരിയൽസ് ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ഡയറക്റ്റ് മെറ്റീരിയൽസ് ട്രീറ്റ് ചെയ്യാം. ദിയർ കോസ്റ്റ് വിൽ ബി ഡെബിറ്റഡ് ടു ദി കോൺട്രാക്ട് അക്കൗണ്ട്. കോൺട്രാക്ട് അക്കൗണ്ടിലോട്ട് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യാം. അടുത്തത് സ്റ്റോഴ്സ് മെറ്റീരിയൽ. സ്റ്റോഴ്സ് മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ത്രൂ മെറ്റീരിയൽ റിക്വസിഷൻസ് ഫ്രം സ്റ്റോർ. നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ പഠിച്ചതാണ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ച്. അതേപോലെ തന്നെയാണ് ഇവിടെ സ്റ്റോഴ്സ് മെറ്റീരിയലിൽ നിന്നും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ച് ആ കോസ്റ്റും അതേമാതിരി നമ്മൾ എത്രത്തോളം മെറ്റീരിയൽസ് ആണോ സ്റ്റോഴ്സ് റിക്വസിറ്റ് ചെയ്തത് അത്രയും തന്നെ കോസ്റ്റ് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ദെൻ മെറ്റീരിയൽസ് ഓൺ സൈറ്റ്. ഓൺ സൈറ്റിലോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് മെറ്റീരിയൽസ് നമ്മളിപ്പോൾ ഒരു സൈറ്റിലോട്ടോട്ട് കൊണ്ടുവന്നു, പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ അടുത്ത വർഷത്തോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചു എന്നല്ല, ഇപ്പോൾ കുറച്ച് ബാലൻസ് വരുന്ന സിമെൻറ്റുകൾ, മെറ്റലുകൾ അതൊക്കെ അവിടെ തന്നെ വെച്ചും നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാണ് ചെയ്യുക. മെറ്റീരിയൽസ് ഓൺ സൈറ്റ്. ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ഇതിന് അതേമാതിരി എൻഡിങ് ഇൻവെൻട്രീൻ്റെ അതേ ട്രീറ്റ്മെൻറ്റാണ് മെറ്റീരിയൽസ് ഓൺ സൈറ്റ്. ദെൻ മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അത് നമ്മളിപ്പോൾ തിരിച്ചു കൊടുക്കുകയാണ്. അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? അത് നമ്മൾ ഇപ്പോൾ പർച്ചേസ് റിട്ടേൺസ് ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോഴ്സ്. ഇപ്പോൾ സർപ്ലസ് ഒക്കെ ആവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതേമാതിരി കൊടുക്കുക ചെയ്യും. അതിപ്പം ക്രെഡിറ്റ് ടു ദി കോൺട്രാക്ട് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യാം. ദെൻ മെറ്റീരിയൽ സ്റ്റോളൻ ഓർ ഡിസ്ട്രോയിഡ്. നമ്മുടെ മെറ്റീരിയൽസ് ഇപ്പം ആരെങ്കിലും കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് ഡിസ്ട്രോയ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് ക്രെഡിറ്റ് ടു ദി കോൺട്രാക്ട് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അടുത്തത് ലേബർ.
ഇപ്പോൾ മെറ്റീരിയലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഓരോ കോസ്റ്റ് യൂണിറ്റിനും അനുസരിച്ച്, അതായത് ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാത്തിനും സിമിലർ ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ് വരിക, വലിയൊരു ഡിഫറൻസസും ഒന്നുമില്ല. അടുത്തത് ലേബർ നോക്കാം. All labor employees at the contract site should be regarded as direct labor and charged direct to the contract account. ഒരു കോൺട്രാക്ട് സൈറ്റിൽ നിൽക്കുന്ന എല്ലാ എംപ്ലോയീസിനെയും ഡയറക്റ്റ് ലേബർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് ഡയറക്റ്റ് ആയിട്ട് കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. സെക്കൻഡ് വൺ, ആസ് ഫാർ ആസ് പോസിബിൾ എ സെപ്പറേറ്റ് വേജ് ഷീറ്റ് ഷുഡ് ബി പ്രിപ്പയർ ഫോർ ഈച്ച് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് വേജ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. Third one, wages accrued or outstanding at the end of the year should be appear on the debit side of the contract account. ഇപ്പോൾ നമ്മൾ കുറച്ച് വേജസ് കൊടുക്കാതിരുന്നിട്ടുണ്ട്, ഇപ്പോൾ ഈ വർഷത്തെ ഫുൾ സാലറി നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം. Fourth one, wages of labor employed at head office, central stores are considered as overhead costs, hence these should be allocated to all contracts on some equitable basis. ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ ഹെഡ് ഓഫീസിൽ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റോഴ്സിൽ ഉണ്ടാവുന്ന ആൾക്കാർ, അവരുടെ സാലറി അല്ലെങ്കിൽ വേജസ് നമ്മൾ ഓവർ ഹെഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത് ഓരോ കോൺട്രാക്റ്റിനും അവരുടെ ഇക്വിറ്റബിൾ ബേസിസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഓൾ എക്സ്പെൻസസ് അതർ ദാൻ മെറ്റീരിയൽസ് ആൻഡ് വേജസ് ആർ ചാർജ് ടു ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ആസ് ആൻഡ് വെൻ ദേ ആർ ഇൻകേർഡ്. എല്ലാ എക്സ്പെൻസും മെറ്റീരിയൽസും വേജസും അല്ലാതെ എല്ലാ എക്സ്പെൻസസുകളും ഓരോ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിന് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അത് അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ. കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ജോബ്സ്, ഡയറക്റ്റ് എക്സ്പെൻസ് മേ ബി കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ടൂൾസ്. ഇപ്പം ഒരു സ്പെഷ്യൽ ടൂള് നമ്മൾ വാങ്ങിച്ചു, ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്തോട്ട് ചാർജ് ചെയ്യാം. അതുമാതിരി കോസ്റ്റ് ഓഫ് ഡിസൈൻ, ഒരു പെർട്ടിക്കുലർ ഡിസൈന് നമ്മളൊരു ഓരോ ഇതിനും പെർട്ടിക്കുലർ ഡിസൈൻസ് ആണ് ഉണ്ടാവുക. എല്ലാത്തിനും കോമൺ ആയിട്ടല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതിനാണോ ഒരു ഡിസൈൻ യൂസ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അത് ആ കോൺട്രാക്റ്റിനകത്തോട്ട് ചാർജ് ചെയ്യാണ് ചെയ്യാം. അതേമാതിരി കോസ്റ്റ് ഓഫ് ഹയറിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹയർ ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ കോസ്റ്റൊക്കെ നമ്മൾ ആ കോൺട്രാക്റ്റിലോട്ട് തന്നെയാണ് ചാർജ് ചെയ്യുക. അടുത്തത് ഓവർ ഹെഡ്സ്. അതിനകത്ത് ഫസ്റ്റ് ഡയറക്റ്റ് ലൊക്കേഷൻ. മോസ്റ്റ് ഓഫ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് are directly connected with the contract and be directly identified with each contract. അതായത് ഇപ്പം ഇതിനകത്ത് യൂഷ്വലി നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നെയാണ് ഉണ്ടാവുക. അത് നമ്മൾ ഏത് ഒരു കോൺട്രാക്റ്റിനാണോ ഓരോ എക്സ്പെൻസസും നമ്മൾ ഇൻകർ ചെയ്തത് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഡയറക്റ്റ് അലോക്കേഷൻ. ഇനി അപ്പോർഷൻമെൻറ്റ്. ഹെഡ് ഓഫീസിലത്തെ ഒക്കെ എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ കോൺട്രാക്റ്റ് ആ വർഷം എത്രത്തോളം കോൺട്രാക്റ്റുകളുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോ കോൺട്രാക്റ്റിന് എത്രത്തോളം അപ്പോർഷൻമെൻറ്റ് പോർഷനാണ് വേണ്ടത്, അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതല്ലേ. അതിനനുസരിച്ച് ഏത് റേറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തിൻ്റെ ബേസിലാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഓവർ ഹെഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റിന് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് നമ്മൾക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി ആവശ്യമായിട്ട് വരും. അത് നമുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം എക്സ്പെൻസസ് നമുക്ക് വന്നോ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി യൂസ് ചെയ്യാൻ വേണ്ടി ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ എക്സ്പെൻസസ് ആ പെർട്ടിക്കുലർ ജോബിനകത്തോട്ട് അസൈൻ ചെയ്യുകയാണ് ചെയ്യാം. അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണ് ചെയ്യുക പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ കോസ്റ്റ്, ഹയർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്. ഇൻ കേസ് നമ്മളത് സാധനം പർച്ചേസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ്, കോൺട്രാക്ട് അക്കൗണ്ട് മേ ബി ഡെബിറ്റഡ് വിത്ത് ദി കോസ്റ്റ് ഓഫ് ദി പ്ലാൻ സെൻഡ് ടു ദി സൈറ്റ്. അതായത് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി എത്രത്തോളം നമ്മൾ ആ സൈറ്റിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ അത് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യാം. ഇനി ആ സാധനം നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പം ആ സാധനം നമ്മൾ വേറെ സൈറ്റിലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ കോൺട്രാക്റ്റിന് വേണ്ടി നമ്മളത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ്, അതായത് ആ ഡിപ്രീസിയേഷൻ്റെ ആ എമൗണ്ട് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ കോസ്റ്റ് ആയിട്ട് ആ കോൺട്രാക്റ്റിനകത്തോട്ട് വരാം. അതേമാതിരി അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ് ആൻ അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദി ഡിപ്രീഷിയേറ്റഡ് വാല്യൂ വിച്ച് ഈസ് ലേറ്റർ ഡെബിറ്റഡ് ടു ദി കോൺട്രാക്ട് അക്കൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അതായത് ഡിപ്രീഷിയേറ്റഡ് വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അൺകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രീഷിയേറ്റ് വാല്യൂ ഓരോ അക്കൗണ്ടിങ് ഈ പീരീഡിൻ്റെ എൻഡിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും.
നെക്സ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ സെയിം എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഓരോ വർഷവും നമ്മളത് ആ പ്ലാന്റ് ആൻഡ് മെഷീനറി അവിടോട്ട് കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുപോയി എന്നുള്ള, അതായത് ബിഗിനിങ്ങിൽ കൊണ്ടുവന്നു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതല്ലാതെ ഓൾട്ടർനേറ്റീവ്ലി ഡിപ്രീസിയേഷൻ മേ ബി കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ ദി പീരീഡ് ഫോർ വിച്ച് ദി പ്ലാൻ ഹാസ് ബീൻ യൂസ്ഡ്. അതായത് ഇപ്പം എത്രത്തോളം വർഷമാണോ യൂസ് ചെയ്തത് അതിനകത്ത് ഡിപ്രീസിയേഷൻ മാത്രമായിട്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കോസ്റ്റ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന മാതിരിത്തെ അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് സബ് കോൺട്രാക്റ്റിംഗ്. ഇപ്പോൾ സ്പെഷ്യൽ വർക്ക്, ഒരു കോൺട്രാക്റ്റിൻ്റെ സ്പെഷ്യൽ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മെയിൻ കോൺട്രാക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്പെഷ്യൽ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സബ് അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് സബ് കോൺട്രാക്റ്റിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്, ലാൻഡ്സ്കേപ്പിങ്, അതേമാതിരി ഫർണിച്ചേഴ്സിൻ്റെത് ഇതൊക്കെ നമ്മൾ വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെയിൻ കോൺട്രാക്റ്റിനകത്തോട്ട് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് സബ് കോൺട്രാക്ട്. അടുത്തത് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് ഓരോ കോൺട്രാക്റ്റും. അപ്പം നമ്മളുടെ പേയ്മെൻറ്റ് എങ്ങനെ കിട്ടുക? പാർട്ടായിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. അപ്പം അതിൻ്റെ നമ്മൾ എത്രത്തോളം വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്നതാണ് സർട്ടിഫൈ ചെയ്തതാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ക്യാഷ് കിട്ടുക. On completion of each stage, the contract submits its bills to the architect for certification, who after verification of the quantities rates certifies the value of the work done. അതായത് ഓരോ വർക്ക് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും കോൺട്രാക്ടർ അവരുടെ ബില്ലെല്ലാം കൊണ്ടിട്ട് ആർക്കിടെക്റ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അവരാണ് ഇതൊക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ സർട്ടിഫൈ ചെയ്ത് തരുന്നത്. ഇത്രയും വാല്യൂ ഉള്ള, ഇത്രയും ക്യാഷിനുള്ള വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈ ചെയ്യുന്നത് ആർക്കിടെക്ട്സ് ആണ്. അതിൻ്റെ ബേസിസിലാണ് നമുക്ക് ക്യാഷ് തരാം. അതാണ് വർക്ക് സർട്ടിഫൈഡ്. അവർ സർട്ടിഫൈ ചെയ്യുന്നതിനാണ് വർക്ക് സർട്ടിഫൈഡ് ഓർ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയാം. അടുത്തത് പ്രോഗ്രസ് പേയ്മെൻറ്റ്സ്. ഈ വാല്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് പേയ്മെൻറ്റ്സ് വരിക കോൺട്രാക്ട് കോസ്റ്റിങ്ങിനകത്ത്. അതാണ് പ്രോഗ്രസ്. ആ സിസ്റ്റത്തിനാണ് നമ്മൾ പ്രോഗ്രസ് പേയ്മെൻറ്റ്സ് പറയുന്നത്. ദി പേയ്മെൻറ്റ്സ് ഡ്യൂ ടു ദി കോൺട്രാക്ടർ അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് ടേംഡ് ആസ് പ്രോഗ്രസ് പേയ്മെൻറ്റ്സ്. അതായത് ഓരോ സ്റ്റേജിലും നമുക്ക് എത്രത്തോളം ക്യാഷ് തരാമെന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബില്ല് സബ്മിറ്റ് ചെയ്ത് ആർക്കിടെക്റ്റിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്യും. അതാണ് പ്രോഗ്രസ് പേയ്മെൻറ്റ്. അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് പ്രോഗ്രസ് പേയ്മെൻറ്റ് എന്ന് പറയാം. അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ്, എത്രത്തോളം പ്രോഗ്രസ് പേയ്മെൻറ്റ് നമുക്ക് ഡ്യൂ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാൽക്കുലേഷനാണ് താഴെ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്. നേരത്തെ പറഞ്ഞ മാതിരി ആർക്കിടെക്റ്റ് സർട്ടിഫൈ ചെയ്ത വർക്കിൻ്റെ വാല്യൂ ലെസ് റീറ്റൻഷൻ മണി. അത് നേരത്തെ റീറ്റൻഷൻ മണി എന്താണെന്ന് നേരത്തെ പറഞ്ഞു, അതിൻ്റെ വാല്യൂ ലെസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രത്തോളം നമുക്ക് പേ ചെയ്യാനുണ്ട് എന്നുള്ളത് വരും. അതാണ് ഇവിടെ കിട്ടുക. അതിൽ നിന്ന് നമുക്ക് ഓൾറെഡി എത്രത്തോളം എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോഗ്രസ് പേയ്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് എത്രത്തോളം പേയ്മെൻറ്റ് കിട്ടാനുണ്ട് എന്നുള്ളത് കിട്ടും. അതാണ് പ്രോഗ്രസ് പേയ്മെൻറ്റ്. ദി എമൗണ്ട് ഓഫ് പ്രോഗ്രസ് പേയ്മെൻറ്റ് മെയ്ഡ് അപ് ടു ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ഈസ് ടേംഡ് ആസ് ക്യാഷ് റിസീവ്ഡ്. ഇതുവരെ കിട്ടിയ എത്രയും എമൗണ്ട് നമ്മൾ ക്യാഷ് റിസീവ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദിസ് സ്റ്റാൻഡ്സ് ഡെബിറ്റഡ് ടു ദി കോൺട്രാക്ടീസ് അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. കോൺട്രാക്ടറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇത് ഡെബിറ്റഡ് ആയിട്ടാണ് കിടക്കുക. ഇത് നമ്മൾ കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിൽ കാണിക്കില്ല. അടുത്തത് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. ഇതിനകത്ത് ഇപ്പം ചില വർക്കുകൾ നമ്മൾ അൺസർട്ടിഫൈഡ് ആയിട്ട് ഉണ്ടാകും. നമ്മൾ ചെയ്ത് തന്നെ കംപ്ലീറ്റ് ആക്കി വർക്ക് തന്നെ ആയിരിക്കും, പക്ഷേ അൺസർട്ടിഫൈഡ് ആയിരിക്കില്ല, സർട്ടിഫൈഡ് ആയിരിക്കില്ല. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മളിവിടെ കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അത് സർട്ടിഫൈ ചെയ്ത് നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. അടുത്തത് എക്സ്ട്രാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോൺട്രാക്റ്റിൻ്റെ ഇതിൽ പറയാതെ, അതല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും വർക്ക് അവർ തരികയാണ്, നമ്മുടെ അടുത്ത് വേറെ എന്തെങ്കിലും വർക്ക് നമ്മുടെ അടുത്ത് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എക്സ്ട്രാസ്. അതിന് നമുക്ക് കോൺട്രാക്ടറിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചോദിക്കാം. അത് എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് കഴിയും. ആ എമൗണ്ടിനാണ് നമ്മൾ എക്സ്ട്രാസ് എന്ന് പറയുക. അതായത് എക്സ്ട്രാ വർക്ക് നമ്മൾ ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ടാണ് എക്സ്ട്രാസ് എന്ന് പറയുന്നത്.
അടുത്തത് പ്രോഫിറ്റ് ഓൺ അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട്. നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ഒരുപാട് നാളത്തേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആവാത്ത കോൺട്രാക്റ്റിന് നമ്മൾ എത്രത്തോളം വർക്കാണോ കംപ്ലീറ്റ് ചെയ്ത്, കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ നമ്മൾ കുറച്ച് വർക്കിന് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്നും നമ്മൾ കുറച്ച്, അതായത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാനുള്ള അത്രയും ഇതും കൂടെ കുറച്ചതിന് ശേഷമാണ് നമ്മൾ ചാർജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ചാർജ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫോർമുലയാണ് ഇത്. 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സർട്ടിഫൈഡിൻ്റെ വാല്യൂ ഇൻറ്റു ക്യാഷ് റിസീവ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡിൻ്റെ എത്രത്തോളം പ്രോഫിറ്റ് ആണോ നമുക്കുള്ളത് അതാണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്, നമുക്ക് എത്രത്തോളം ക്യാഷ് കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈ ചെയ്ത വർക്കിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ. എത്രത്തോളം വർക്കാണ് നമുക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ. അതാണ് 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെടുത്ത് ചാർജ് ചെയ്യുന്നതിന് എമൗണ്ട് എത്രത്തോളം ചാർജ് ചെയ്യണം എന്നുള്ളതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതാണ് അതിനകത്ത് ഫസ്റ്റ് വൺ, ഇൻ ദി കേസ് ദി വർക്ക് ഓൺ ദി കോൺട്രാക്ട് ഹാസ് നോട്ട് റീസണബിളി അഡ്വാൻസ്ഡ്, സേ ദി വാല്യൂ ഓഫ് വർക്ക് ഈസ് സർട്ടിഫൈഡ് ഇസ് ലെസ് ദാൻ 1/4 ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്. ഫുൾ കോൺട്രാക്ട്, നമ്മൾ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്ന പ്രൈസാണ്. അതിൻ്റെ 1/4 സർട്ടിഫൈ ചെയ്തിട്ടില്ല, അതായത് കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 പോർഷൻ പോലും സർട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ലെസ് ദാൻ വാല്യൂ ഓഫ് ദി വർക്ക് സർട്ടിഫൈഡ് ലെസ് ദാൻ 1/4 ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ദി ഹോൾ എമൗണ്ട് ഓഫ് ദി നോഷണൽ പ്രോഫിറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ റിസർവ്. അതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ ഫുൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റാണ് നോഷണൽ പ്രോഫിറ്റ്. അത് ഫുള്ള് നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ആ വർഷം ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും നമുക്കൊരു പ്രോഫിറ്റും ഇല്ലാത്ത മാതിരിയായിരിക്കും ഉണ്ടാവുക. അതായത് കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 പോലും വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത്ര പോലും വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് വാല്യൂ സർട്ടിഫിക്കറ്റ് വർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ സർട്ടിഫൈ ചെയ്ത വർക്കിൻ്റെ ഫുൾ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്യാം. ഇൻ കേസ് ദ വർക്ക് ഓൺ ദി കോൺട്രാക്ട് ഹാസ് ബീൻ റീസണബിളി അഡ്വാൻസ്, 1/4 നമ്മൾക്ക് 1/4 അതായത് കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സിറ്റുവേഷൻ, ദി വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഇസ് 1/4 ഓർ മോർ ബട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്. 1/4 ഓഫ് ദി അതായത് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസിന് 1/4 ആണ്, 1/4 മേലെയാണ്. പക്ഷേ ഹാഫിന്, അതായത് കോൺട്രാക്ട് പ്രൈസിൻ്റെ ഹാഫിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുക. ഈ ഫോർമുല യൂസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തോട്ട് നമ്മൾ ചാർജ് ചെയ്യാം. If the value of work certified is half or more than half of the contract price, the job and contract prices amount is profit is to be taken into profit and loss account determined as follows. അതായത് നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് മോർ ദ ഹാഫ് ആണ് അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതലാണ്, അതായത് കോൺട്രാക്ട് പ്രൈസിനെക്കാട്ടിൽ ഹാഫ് ആണ്, അതിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രോഫിറ്റാണ് ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് ഒന്നുകൂടെ പറയാം, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തോട്ട് പ്രോഫിറ്റ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനാണ്, അതായത് ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ അത് യൂസ് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് കോൺട്രാക്ട് പ്രൈസ്, ഇപ്പം കോൺട്രാക്ട് പ്രൈസ് 50 മില്യൺ ആണെന്ന് വിചാരിക്കാം. 50 മില്യൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 12.5. ഓക്കെ, അപ്പോൾ 50 മില്യൺ ആണ് കോൺട്രാക്ട് പ്രൈസ്. കിട്ടില്ല, ഫുൾ എഴുതാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഇത് കളയാം. ഓക്കെ, 50 മില്യൺ ആണ് കോൺട്രാക്ട് പ്രൈസ്. അതിൻ്റെ 1/4 എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ 4 ചെയ്താലാണ് നമുക്ക് 1/4 കിട്ടുക. അപ്പോൾ 50 മില്യണിൻ്റെ 1/4 എന്ന് പറയുന്നത് 12.5 ആണ്. അത്രത്തോളം വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് അല്ല. ഇപ്പോൾ നമ്മളുടെ വാല്യൂ ഓഫ് സർട്ടിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണെന്ന് വിചാരിക്കാം.
അത് 15ൻ്റെ 1/4 അല്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ പ്രോഫിറ്റ്, ഇപ്പോൾ നമ്മൾ ഈ 10 മില്യൻ്റെ വർക്ക് സർട്ടിഫൈഡ് ആണ്, അതിൻ്റെ പ്രോഫിറ്റ് നമുക്കൊരു 1 lakh ആണ് 2 lakh ആണെന്ന് വിചാരിക്കുക. ആ ഫുൾ എമൗണ്ട് നമ്മൾ റിസർവ് ചെയ്യുകയാണ് ചെയ്യാം. അതായത് ആ വർഷം നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആ കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് ഒന്നും നമ്മൾ ചാർജ് ചെയ്യില്ല. ഇനി 1/4 1/4നെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, 1/4നെക്കാട്ടിൽ കൂടുതലാണ് പക്ഷെ ഹാഫിനെക്കാട്ട്, അതായത് 25നെക്കാട്ടിലും ചെറുതാണ്. ഇപ്പോൾ 15ൻ്റെതിനനുസരിച്ചാട്ടോ ഞാൻ പറയുന്നത്. അതായത് ഇപ്പം 15ൻ്റെ 1/4 എന്ന് പറയുന്നത് 12.5 ആണ്. അതിനെക്കാട്ടിലും വലുതാണ്, അതിനെക്കാട്ടിലും വലുതാണ് പക്ഷേ ഹാഫിനെക്കാട്ടിലും ചെറുതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അത്രത്തോളം നമ്മൾ പ്രോഫിറ്റ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇത് വർക്ക് സർട്ടിഫൈഡ്. ഇതിപ്പോൾ 12.5 1/4 ഷെയർ ആണ്, അതായത് 15ൻ്റെ 1/4 ഷെയർ ആണ്. കോൺട്രാക്ട് പ്രൈസ് ആണ് 50. ഇപ്പോൾ 1/4 പോലും നമ്മൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തോട് ചാർജ് ചെയ്യാം. ഇൻ കേസ് 1/4 പോർഷൻ നമ്മൾ ചെയ്ത് തീർത്തു പക്ഷേ ഹാഫ് ആയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഹാഫിനെക്കാട്ടിൽ കൂടുതലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ് ഡിഫറൻസ് വരുള്ളൂ. ഇവിടെ 1/3 ആണ്, ഇവിടെ 2/3 ആണ്. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ പ്രോഫിറ്റ് ചാർജ് ചെയ്യുക. അതിൻ്റെ ഇല്ലുസ്ട്രേഷനാണ് ഉള്ളത്. ദി ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് ഈസ് 5 lakh. ഓൺ 31st March 2018 ദി വർക്ക് സർട്ടിഫൈഡ് ഈസ് 3 lakh. 3 lakh എന്ന് പറയുമ്പം 5 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 1/4 ആണോ? വൺ ബൈ ഫോർത്തിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് 1/4 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 5 lakh എന്ന് പറയുമ്പോൾ 5 lakhൻ്റെ 1/4 എങ്ങനെ കണ്ടുപിടിക്കുക? 5 lakh ഡിവൈഡഡ് ബൈ 4 ആണ് 1/4. അതായത് 1,25,000 ആണ് 1/4. അപ്പോൾ ഇത് 1/4നെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ ചാർജ് ചെയ്യണം. 3 lakh ആണ്. അപ്പോൾ 3 lakh എന്ന് പറയുമ്പം 3 lakh ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 100. അപ്പോൾ 60% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 60% കഴിഞ്ഞാൽ 5 lakhൻ്റെ ഹാഫ് എത്ര? 2,50,000. 2,50,000നെക്കാട്ടി കൂടുതലാണ് 3 lakh. അപ്പോൾ മോർ ദാൻ ഹാഫാണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ കോൺട്രാക്ട് പ്രൈസ് എടുക്കുക, ഫസ്റ്റ് അതിൻ്റെ 1/4 നോക്കുക, അത് എത്രയാണ്, അതിനെക്കാട്ടി കൂടുതലാണോ വർക്ക് സർട്ടിഫൈഡ് നോക്കുക. അതിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഹാഫ് നോക്കുക. അതിനെക്കാട്ടി കൂടുതലാണ് വർക്ക് സർട്ടിഫൈഡ് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നോക്കുക. അതിന് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇക്വേഷൻ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ 3 lakh ആണ് വർക്ക് സർട്ടിഫൈഡ്. ദി കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് was 2 lakh. Total cost incurred date minus cost of work uncertified was 2,50,000. The cash received was 2,40,000. അതായത് ഇതിനകത്ത് മറ്റേ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെച്ച മണിയൊക്കെ കുറച്ചിട്ടാണ് നമുക്ക് അവർ പേയ്മെൻറ്റ് തരിക. ഇതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തോടെ എത്ര പ്രോഫിറ്റ് ചാർജ് ചെയ്യണമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് 3 lakh ലെസ് കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. നമ്മുടെ കോസ്റ്റ് എത്രയായി? വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഇത് 3 lakh. നമുക്ക് അതിനകത്ത് എത്രത്തോളം കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്? 2,55,000. അതിന് ഡിഫറൻസ് ആണ് നമ്മുടെ നോഷണൽ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഫുള്ള് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യില്ല. അതിൻ്റെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യേണ്ട പ്രോഫിറ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം അതാണ് ഈ 45,000 ഇവിടുന്ന് നമ്മൾ എടുക്കും. അതാണ് ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ വാല്യൂ. 2/3 ഇൻറ്റു 45,000 ഇൻറ്റു 2,40,000. അതായത് ക്യാഷ് റിസീവ്ഡ് ആണ് 2,40,000. ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 3 lakh. അപ്പം എത്രയാണ് വരിക? 2,40,000 ആണ് വരിക. അല്ലല്ല 24,000 ആണ് വരിക. 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 45,000 ഇൻറ്റു 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh. അപ്പോൾ 24,000 ആണ് വരിക. ഇവിടെ ഒരു 0 ഇല്ല, അത് ക്യാൻസൽ ചെയ്ത് കളയണം നിങ്ങൾ. 24,000 ആണ് വരിക പ്രോഫിറ്റ് ടേക്കൺ ടു P&L അക്കൗണ്ട്.
അടുത്തത് ഇൻ കേസ് ദി വർക്ക് ഓൺ ദി കോൺട്രാക്ട് ഈസ് നിയറിങ് കംപ്ലീഷൻ്റെ അടുത്തെത്തി, അതായത് ഹാഫിനേക്കാളും ഒരുപാട് കൂടുതലാണ്. ഓൺ ദി ബേസിസ് ഓഫ് ടേക്കിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് is the total estimated profit on complete contract and not the notional profit. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നോഷണൽ പ്രോഫിറ്റിൻ്റെ ബേസിസിലല്ല നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തൊട്ട് പ്രോഫിറ്റ് ചാർജ് ചെയ്യുക, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ്. ആദ്യം നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതായത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ ബേസിസിലാണ് അതാണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തോട്ട് ചാർജ് ചെയ്യുന്നതിൻ്റെ ബേസിസ് വരിക. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു ക്യാഷ് റിസീവ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ്. ഇത് രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രോഫിറ്റ്, ഇപ്പോൾ തൊട്ട് മുമ്പാണ്. അതായത് ഇപ്പം അക്കൗണ്ടിങ് പീരീഡ് മാർച്ചിൽ അവസാനിക്കും, ഒരു മെയ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഇക്വേഷൻ ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് പ്രൈസ് മൈനസ് എക്സ്പെൻഡിച്ചർ ഇൻകർ ടു റേറ്റ് പ്ലസ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ. ഇതുവരെ ഇൻകർ ചെയ്തുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും എക്സ്പെക്റ്റ് ചെയ്ത എക്സ്പെൻഡിച്ചേഴ്സും, അതേമാതിരി എനിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ലെസ് ചെയ്തിട്ട് ടോട്ടൽ എസ്റ്റിമേറ്റ് ചെയ്ത പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. അതാണ് നമ്മൾ P&L അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യുക. അതിൻ്റെ ഇല്ലുസ്ട്രേഷനാണ് താഴെ ഉള്ളത്. അത് കോൺട്രാക്ട് പ്രൈസ് ഈസ് റെസ്പെക്ട് ഓഫ് എ പ്രൊജക്ട് ഈസ് 5 lakh, 90% ഓഫ് ദി വർക്ക് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അത് നിയറിങ് 10% കൂടെ ഉള്ളൂ. ദി കോസ്റ്റ് ഇൻകേർഡ് ഈസ് 4 lakh. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അല്ല, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അനദർ 20,000 വുഡ് ഹാവ് ടു ബി സ്പെൻഡ്. ഇനി 20,000 കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കോൺട്രാക്ടർ പെയ്ഡ് 80%. ഓൾറെഡി 80% ഓഫ് ദി വാല്യൂ ഓഫ് ദി സർട്ടിഫൈഡ് നമുക്ക് പേ ചെയ്തിട്ടുണ്ട്. ഇനി എത്രത്തോളം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമുക്ക് ചാർജ് ചെയ്യണമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 5 lakh. ദാറ്റ്സ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള കോസ്റ്റ് 4 lakh, അതിൻ്റെ കൂടെ ഇനി ഇൻകർ ചെയ്യാൻ ചാൻസ് ഉള്ള കോസ്റ്റ് അത് ടോട്ടൽ എടുക്കുക, 4,20,000. ഈ കോൺട്രാക്ട് പ്രൈസിന് അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഇൻറ്റു കോൺട്രാക്ട് പ്രൈസ്. ക്യാഷ് റിസീവ്ഡ് എത്രയാണ്? 3,60,000. കോൺട്രാക്ട് പ്രൈസ് 5 lakh. അപ്പോൾ നമുക്ക് 57,600. ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യുക. ഇനി കുറേ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ മതി. പിന്നെ പെർസെൻറ്റേജുകൾ, അതായത് 90% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ് ചെയ്യാം. അതല്ല ഹാഫ് മാത്രമേ, അതായത് 1/4 മാത്രമേ വാല്യൂ ഓഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തോട്ട് ചാർജ് ചെയ്യില്ല. 1/4 കൂടുതലാണ്, പക്ഷേ ഹാഫിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻ വരും. ഹാഫിനെക്കാട്ടും മേലാണ് പക്ഷേ 90% ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ 90% ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഇക്വേഷൻ യൂസ് ചെയ്യും. ഇനി അടുത്തത് കോൺട്രാക്ടീസ് അക്കൗണ്ട്. Contractee's account is a personal account of the contractee. This account is credited as and when the cash is received from the contractee. No amount is debited to this account till the contract is completed. അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണോ കോൺട്രാക്ട് തന്നത് അവരാണ് കോൺട്രാക്റ്റ്, അവരുടെ അക്കൗണ്ടാണ് കോൺട്രാക്റ്റീസ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിനകത്ത് നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ അവരുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ അവരുടെ അക്കൗണ്ട് ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യില്ല. സോറി, ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യില്ല. നമ്മളെ വർക്ക് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ
കോൺട്രാക്ടീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളതൊരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ്, അസറ്റ് സൈഡിൽ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും, അതൊന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് യൂഷ്വലി കോൺട്രാക്ടീസ് അക്കൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറ്. അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇൻ കോൺട്രാക്ട് അക്കൗണ്ട് യു മസ്റ്റ് ഹാവ് നോട്ട് ദാറ്റ് ഓൾ ദി കോസ്റ്റ് ഇൻകർഡ് ഓൺ ദി അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട്. നമ്മൾ അൺകംപ്ലീറ്റഡ് കോൺട്രാക്റ്റിനകത്ത് വാല്യൂ ഓഫ് അൺകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ഉണ്ട്, അത് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി, അതാണ് നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പം അത് നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫുൾ കംപ്ലീറ്റ് ആക്കിയ വർക്ക് നമുക്ക് എപ്പോഴും സർട്ടിഫൈ ചെയ്ത് കിട്ടണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ അൺകംപ്ലീറ്റഡ് വർക്ക്, അതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്യാത്ത വർക്ക് ഉണ്ടാവും, നമ്മൾ പാതി വഴിക്കൊക്കെ ആക്കി വെച്ച വർക്കുകളൊക്കെ ഉണ്ടാവും, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആക്കാത്ത എല്ലാ കോൺട്രാക്റ്റുകളും വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടാണ് നമുക്ക് വരിക. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമാറ്റാണ് ഇത്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമാറ്റാണ് ഇത്. 2 ഫോർമാറ്റാണ്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ദി വർക്ക് സർട്ടിഫൈ, നമ്മൾ എത്രത്തോളം വർക്ക് സർട്ടിഫൈഡ് ചെയ്തു അതിൻ്റെ കോസ്റ്റ്, സർട്ടിഫൈ ചെയ്യാത്തതിൻ്റെ കോസ്റ്റ്, ഇതുവരെ നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള എല്ലാ കോസ്റ്റും, അതിൻ്റെ കൂടെ നമുക്ക് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ്. ഈ ക്യാഷ് റിസീവ്ഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇതിലാണ് വരിക, കോൺട്രാക്ടീസ് അക്കൗണ്ടിലാണ് അത് വരിക. നമുക്ക് എത്രത്തോളം എമൗണ്ട് റിസീവ് ആയിട്ടുണ്ട് അത് കോൺട്രാക്ടീസിൻ്റെ അക്കൗണ്ടിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യാം, അതാണ് ഇവിടെ ലെസ് ചെയ്യുന്നത്, ആ വാല്യൂ ആണ് നമ്മളിവിടെ ലെസ് ചെയ്യാം. അതല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ വർക്ക് സർട്ടിഫൈഡ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ആഡ് ചെയ്യുക, അതിന് റിസർവ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക, അതേമാതിരി ക്യാഷ് റിസീവ്ഡ് ലെസ് ചെയ്യുക, അതാണ് 2 മെത്തേഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡാണ് അത്. അതാണ് അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ 3ൻ്റെ ബേസിസിൽ ചെയ്തതാണിത്. കോസ്റ്റ് ടു ഡേറ്റ്, ഇതുവരെ നമുക്ക് ഇൻകർ ചെയ്ത എല്ലാ കോസ്റ്റുകളും, അതാണ് 3,61,000. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അത് 43,450, അതിൻ്റെ ടോട്ടലാണ് ഇത്. അതിൽ നിന്ന് നമ്മൾ ക്യാഷ് നമുക്ക് റിസീവ് ചെയ്ത ക്യാഷ് 3,30,000. ഇത് അലൈൻമെൻറ്റ് കുറച്ച് തെറ്റാണ്, അതായത് ഈ ക്യാഷ് റിസീവ്ഡ് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടലാണ് ഇത്, അതായത് കോസ്റ്റ് ഓഫ് ഡേറ്റിൻ്റെയും പ്രോഫിറ്റിൻ്റെയും ടോട്ടലാണ് ഇത് വരിക. ക്യാഷ് റിസീവ്ഡ് 3,30,000 ആണ്, അത് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള 74,450. ഈ രണ്ട് അതല്ലാതെ വേറെ മെത്തേഡാണ് ഇത്. 2 മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് കംപ്ലീറ്റ് അല്ലാത്ത എല്ലാ കോൺട്രാക്റ്റുകളും നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സർട്ടിഫൈഡ് ആണെങ്കിലും അൺസർട്ടിഫൈഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്, സെയിം ഇക്വേഷൻസ് തന്നെയാണ്. ഇത് അക്കൗണ്ട് ഫോമിലുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്, ഈ ഇല്ലുസ്ട്രേഷനിൽ കാണിച്ചിട്ടുള്ളത്. ഇതാ കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് ഇവിടെ ഈ ഇല്ലുസ്ട്രേഷനിലുള്ളത്. ഇതിനകത്ത് അതേമാതിരി നമ്മൾ നേരത്തെ ജോബ് പോസ്റ്റിങ്ങിനകത്ത് യൂണിറ്റ് പോസ്റ്റിങ്ങിനകത്തൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് ഇതും. മെറ്റീരിയൽസ് എല്ലാ എക്സ്പെൻസസും ഡയറക്റ്റ് ആയിട്ട് വരുന്നത്, ചാർജ് ചെയ്യുക, എക്സ്പെൻസസ് അറ്റ് സൈറ്റ്, ഫ്യൂൽ ആൻഡ് പവർ, മെഷീനറി അറ്റ് ഇതെല്ലാം അങ്ങനെ ചെയ്യാം. ഇത് നോഷണൽ പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യുന്നത് എന്തിൽ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പെർസെൻറ്റേജ് നമ്മൾ ചാർജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മറ്റേ മേലുള്ള ഇക്വേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കും. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് റിസർവ് ആക്കി വയ്ക്കുക, അതാണ് ഇത്. പിന്നെ അതിൻ്റെ ബാലൻസ് ഷീറ്റിലാണ് വർക്ക് ഇൻ പ്രോഗ്രസ്സും വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡ് ഇതെല്ലാം ഉണ്ടാവും. അത് നമ്മൾ അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ റിസർവ് ലെസ് ചെയ്യും, ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റ് ലെസ് ചെയ്യും. പിന്നെ കോൺട്രാക്റ്റീസ് അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് കംപ്ലീറ്റ് ആവാത്ത കോൺട്രാക്റ്റിലുള്ള കോൺട്രാക്റ്റീസ് അക്കൗണ്ടിലെല്ലാം നമുക്ക് ക്രെഡിറ്റ് ബാലൻസസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് യൂണിറ്റ് 4 കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. താങ്ക് യു.